എടി കേരളി വണ്ടിയിൽ വണ്ടി കയറാൻ എങ്ങോട്ടാ ചിമ്മാടാ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത നേരം നോക്കി 2-3 പ്രാവശ്യമായല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? സിന്ധുവിനെ ഒന്ന് തനിച്ച് കാണാൻ. എന്തിന്? എനിക്ക് സിന്ധുവിനെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ പ്രേമമായിരിക്കും. അതിന് എനിക്ക് അങ്ങോട്ടും ഇഷ്ടം തോന്നണ്ടേ? വേണം. അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് വേണ്ടേ? താനൊരു സുന്ദരനാകുന്ന നാട്യവും പണക്കാരന്റെ ഭാവവുമല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തുണ്ട് മിസ്റ്റർ? ജീവിക്കാൻ വഴിയുള്ളവളാണ് ഞാൻ. എന്റെ അച്ഛനും പണക്കാരനാണ്. സൗന്ദര്യമാണെങ്കിൽ ആണിനും പെണ്ണിനും ശരീരത്തിന് പുറമെ മാത്രം പോരാ, മനസ്സിന് കൂടി വേണം. നിങ്ങൾക്കതില്ല. കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ പ്രേമിക്കാനും നാളം കെട്ടവരുടെ പുറകെ നടക്കാൻ മാത്രം ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിനൊരു ശാപമാണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. മേലാൽ ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ വരരുത്. നമുക്ക് സിമെന്റിന് പെർമിറ്റ് പാസ്സാകാൻ കുറച്ച് ദിവസം കൂടി പിടിക്കും. ബ്ലാക്കിനാണെങ്കിൽ 80-85 രൂപ കൊടുക്കേണ്ടി വരും. പണം അധികമായാലും സാരമില്ല, പണി മുടങ്ങരുത്. ശരി. എന്തിനാ കരിഞ്ചന്ത വിലയ്ക്ക് സിമന്റ് വാങ്ങിച്ച് പണിയെടുപ്പിക്കുന്നത്? രാജു പഠിക്കുന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവന് FRCS അയക്കുന്നെന്നും പറയുന്നു. അതിനിടയിൽ അവന്റെ പഠിത്തം കഴിയുന്നതിന് മുൻപ് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കണം. എന്റെ മോൻ ഡിഗ്രി എടുത്താൽ ആദ്യം കാലുവെക്കുന്നത് അവന്റെ ആശുപത്രിയിൽ തന്നെ ആയിരിക്കണം. ബാബുവിന്റെ കാര്യത്തിൽ അവൻ ഹിസ്റ്ററിയല്ലേ പഠിക്കുന്നത്. പാസ്സായി വരട്ടെ. നിങ്ങളുടെ ധർമ്മസല്ലാപത്തിന് ഒരു സല്ലാപവും ഇല്ല. ഞങ്ങൾ കുട്ടികളുടെ കാര്യം പറയായിരുന്നു. ചേട്ടന് ചായ വേണം? വേണം, ചൂട് ചായ വേണം, വിത്തൗട്ട് ഷുഗർ. എങ്കിൽ ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങളെ മക്കളുടെ കാര്യം പറയാണ് ഞാൻ വന്നത്. അവർക്ക് പ്രായം കൂടി വരികയല്ലേ. അവരെ എപ്പോഴെങ്കിലും തളച്ചിടും, അല്ലെങ്കിൽ ചളന പൊട്ടിയ പട്ടം പോലെ നിയന്ത്രണം വിട്ടുപോകും. എന്റെ അഭിപ്രായത്തിൽ മൂത്തവന്റെ വിവാഹോടെ നടത്തണം. ലക്ഷങ്ങളുടെ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ നിങ്ങളുടേത്. അന്യനെ വിശ്വസിക്കുന്നതിനേക്കാൾ സ്വന്തം മകനെ അവർ സ്ഥാനത്തിരുത്തുന്നതാണ് നല്ലത്. നിങ്ങൾ എന്താ ഭാസ്കരനാരെ പറയുന്നത്? അവൻ പഠിക്കുന്നതിന് മറ്റൊരു പ്രൊഫഷനല്ലേ. മാത്രമല്ല എനിക്ക് അവനെ പറ്റി പല പ്രതീക്ഷകളുമുണ്ട്. വിശ്വം, ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ തുടങ്ങണമെന്ന് പല രീതിയിൽ ഞാൻ ആലോചിച്ചു നോക്കി. എല്ലാം തെറ്റി. ഇനി നേരിട്ട് പറയാം. നിങ്ങളുടെ മക്കളുടെ ചെറിയ കുസൃത്തരങ്ങൾ പലതും എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. ഞാനത്ര കാര്യമാക്കില്ല. ആ പ്രായം കവിഞ്ഞു വന്നവരാണല്ലോ നമ്മളും. എന്നാൽ 2 ദിവസം മുമ്പ് ഒരു കേസ് സംബന്ധിച്ച് രാജുവിലെ കോളേജ് പ്രിൻസിപ്പൽ എന്റെ ഓഫീസിൽ വന്നിട്ട് പലതും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ രാജുവിന്റെ കാര്യം അന്വേഷിച്ചു. അയാൾ എന്നോട് പറഞ്ഞത് എന്താ? അത് വിശ്വനാഥനെ അറിയിക്കാനും അറിയിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പറയൂ. രാജു ഈ വർഷം പരീക്ഷ എഴുതിയില്ല. 3 മാസം മുമ്പ് കോളേജിന് പുറത്താക്കി. എന്താ എന്താ ഭാസ്കരേട്ടാ? ഒന്നുമില്ല, ഇരിക്കൂ. രാജു, ഈ പരീക്ഷ എഴുതിയില്ലേ? ചില്ലറ സ്വഭാവ ദൂഷ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാലും പഠിപ്പിൽ മുടക്കം വരുത്തുമെന്ന്
ഞാൻ ധരിച്ചില്ല. നിന്റെ അച്ഛനെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മമ്മി, എനിക്ക് വിശക്കുന്നു. എന്താ ഇവിടെ എല്ലാവർക്കും ഒരു മ്ലാനത? വരൂ, ഇനിയെങ്കിലും വന്ന് ഊണ് കഴിക്ക്. എല്ലാരും നിങ്ങളെ കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ട. രാജു, ഈ കത്തിക്കരിഞ്ഞത് വെറും ഒരു കെട്ടിടത്തിന്റെ മിനിയേച്ചർ മാത്രമല്ല. നിന്റെ അച്ഛന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു. നിന്റെ ഭാവിയെക്കുറിച്ച് മാത്രം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എന്റെ മകനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന ഖേദം എനിക്കുണ്ടായിരുന്നു. അത്രയും മകനെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കണ്ണുനീർ ഇന്ന് ഞാൻ കണ്ടു. അതിന് കാരണക്കാരനായ നിന്നോട് ഇന്നെനിക്ക് ആദ്യമായി വെറുപ്പ് തോന്നി. എന്താണ് നോക്കി നിൽക്കുന്നത്? വിശക്കുന്നില്ലേ? ചെന്ന് കഴിക്ക്. നിന്നെയൊക്കെ ഊട്ടി വളർത്തിയതിന്റെ ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത്. ഇപ്പോ വീട്ടിലെല്ലാവർക്കും എന്നോടാണ് ദേഷ്യം. അവിടെ ആർക്കും ഒരു സ്വസ്ഥതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. എന്താ അതിന് മാത്രം കുഴപ്പം? എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ. കുറ്റം എന്റെ തന്നെയാണ്. പക്ഷേ അവരാരും എന്നെ മനസ്സിലാക്കിയില്ല. നിങ്ങളാരും അറിഞ്ഞുമില്ല. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ അമ്മ മരിച്ചു. ചിട്ടിക്കമ്പനി എന്ന് പറഞ്ഞ് ഓടി നടന്ന അച്ഛനെ പിന്നെ വല്ലപ്പോഴും ഒരിക്കലും ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ. സ്നേഹിക്കാനും ലാളിക്കാനും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. എന്റെ ചിറ്റമ്മ എന്നെ ദ്രോഹിച്ചിട്ടില്ല. അവരുടെ സ്നേഹം അറിയുന്നതിന് മുമ്പേ ഞങ്ങളെ ബോർഡിങ്ങിൽ അയച്ചില്ലേ. ചിട്ടയിൽ യാന്ത്രികമായ ജീവിതമായിരുന്നു. പിന്നെ അവിടെ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന സ്വാതന്ത്ര്യം, കയ്യിലിഷ്ടം പോലെ പണം. ഞാനും ബാബു അത് ആസ്വദിച്ചു. അതാണ് ഞങ്ങൾ ചെയ്തത്. ഒടുവിൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്റെ അച്ഛൻ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ അച്ഛൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മാവ. രാജു, ഇത് എന്നോടല്ല, നീ എന്ന് നിന്റെ അച്ഛനോട് തന്നെ പറയും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനൊരിക്കലും അച്ഛന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കില്ല. അച്ഛനെ വേദനിപ്പിക്കുകയുമില്ല. മോനെ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം?
ഉം? വേറെ വല്ലതും പഠിക്കണം. വേണ്ട. നീ എന്റെ കൂടെ നിൽക്ക്. ഉത്തരവാദപ്പെട്ട ഒരു ജോലി എന്നെ സഹായിക്കണം. അച്ഛന്റെ ഇഷ്ടം. യെസ്, ഇവിടെ ഉണ്ട്. എന്താ സംസാരിക്കണം? ശരി. ബൽരാമിനെ രാജു വിളിക്കുന്നു. നിൽക്കൂ. ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ രാജു ഒരു പുതിയ സ്കീം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു? സംസാരിച്ചു. എന്താ അഭിപ്രായം? കൊള്ളാം സാർ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്ക് പ്രയോജനമുള്ള കാര്യമാണത്. തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ? അല്ല, കമ്പനിക്കുമുണ്ട് സാർ. ശരി, ചെല്ലു. ശരി സാർ. മിസ്റ്റർ ബൽറാം, എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം? ഇയാളുടെ സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് അതെല്ലാം തന്നില്ലേ? ഇദ്ദേഹത്തിന് ചെക്ക് ഇന്ന് കൊടുക്കണം. ശരി. റിസപ്ഷൻ അല്പം വെയിറ്റ് ചെയ്യും. ശരി സാർ. ചിട്ടി പിടിച്ച് 4 മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അയാൾക്ക് പണം കൊടുത്തില്ല? എല്ലാം പ്രോസസ് ചെയ്ത് വരാൻ ആദ്യം 2 ആൾ ജാമ്യം വേണമെന്ന് പറഞ്ഞു. ആള് വന്നപ്പോ സ്വത്തിന്റെ ആധാരം വേണമെന്നായി. പിന്നെ അതിന്റെ കുടിക്കല സർട്ടിഫിക്കറ്റ്, അത് വന്നപ്പോ മുന്നാധാരം. ഇങ്ങനെ എത്ര തവണയാണ് നിങ്ങൾ അത് നടത്തിച്ചത്? അത് ഈ തൊഴിലിന്റെ സ്വഭാവമാണ് സാർ. ചിട്ടി പിടിച്ചവർക്ക് ഒരു ചിട്ടി കമ്പനിയും പെട്ടെന്ന് പണം കൊടുക്കില്ല. ഓരോ ഒഴിവുകൾ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് എന്താ ലാഭം? അത്രയും കാലം ആ പണം നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. ആ തുകയുടെ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇവിടെ ലാഭം ഉണ്ടാക്കണ്ട. അത് മൊത്തം ബിസിനസിനെ ബാധിക്കും. മനസ്സിലായോ? സാർ. മേലാൽ ആരിൽ നിന്നും ഇത്തരം ഒരു പരാതി കേൾക്കാൻ ഇടവരരുത്. അയാളെ ചെക്ക് എഴുതി കൊടുക്കൂ. സാർ, മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നു. സാറിനെ ശരി. ഈ സ്ഥാപനത്തിലുള്ള കീഴ്ജീവനക്കാരെയും തൊഴിലാളികളെയും ചേർത്തുകൊണ്ട് ചെറിയ തുകയ്ക്കുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് രാജു ഉദ്ദേശിക്കുന്നത്. ചെറിയ തുകയെന്ന് വെച്ചാൽ ആഴ്ചയിൽ 5 രൂപ വീതം. 5 രൂപയോ? അതൊരു നക്കാപ്പിച്ച ഏർപ്പാടല്ലേ? കമ്പനിയുടെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും. മിസ്റ്റർ തമ്പി, നാണയത്തിന്റെ ഡയറക്ടർ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം പേരിൽ ചിറ്റും ഫൈനാൻസും തുടങ്ങിയ നിങ്ങൾ ഈ കമ്പനിയുടെ സ്റ്റാറ്റസിനെ പറ്റി പറയരുത്. നിയമപരമായി എനിക്കതിന് അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ബോർഡ് മീറ്റിംഗിൽ മിസ്റ്റർ തമ്പി ഇരിക്കുന്നത്. ഈ സ്കീമിനോട് എനിക്ക് യോജിപ്പില്ല. എന്റെ എതിർപ്പ് മിനിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആഴ്ചയിൽ 5 രൂപ വീതമാണ് ഒരു തൊഴിലാളിയിൽ നിന്നും നാം ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ എസ്റ്റേറ്റിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും മുഴുവൻ ജോലിക്കാരെയും ഈ സ്കീമിൽ ചേർക്കാൻ കഴിഞ്ഞാൽ വർഷത്തിൽ അത് തന്നെ ഒരു വലിയ സംഖ്യയാവില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചിട്ടി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യാം. അത് വേണ്ട. ഒരു നയാ പൈസ മൂലധനം കാണിക്കാതെ 5 രൂപ കൈവശമുള്ള ഏവനും ബാംഗ്ലൂരിൽ ചിട്ടിയോ ഫൈനാൻസോ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന കമ്പനികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയാ. നമുക്ക് രജിസ്ട്രേഷൻ കേരളത്തിൽ മതി. ബാംഗ്ലൂർ രജിസ്ട്രേഷൻ മുഴുവൻ മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ ചിട്ടികളെല്ലാം അവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കാര്യം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട. നമ്മുടെ ഈ സ്കീമിന്റെ ചുമതല ബാബു ഏറ്റെടുക്കട്ടെ. ഏയ്, അവൻ ഏറ്റെടുത്താൽ ശരിയാവില്ല. ഭാസ്കരൻ നായർ, നിങ്ങൾ എസ്റ്റേറ്റിലേക്ക് പോകണം. ഞാൻ തനിച്ചോ? രാജു കൂടെ വരും. എന്നാ ശരി. എപ്പോഴാ പുറപ്പെടുക? എസ്റ്റേറ്റിലേക്കല്ലേ? അടുത്ത ആഴ്ച പോകാം. പക്ഷെ ഞാൻ തനിച്ചായിരിക്കില്ല. എന്റെ വൈഫും മകളും കാണും. എ ബിസിനസ് ഫോർ അസ് ആൻഡ് ഔട്ടിംഗ് ഫോർ ദം. ഓക്കെ. ഓക്കെ. മീറ്റിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. അച്ഛനവിടെ? അകത്തുണ്ട്. രാജുവിനെ ഈയിടെയായിട്ട് കാണാറില്ലല്ലോ. എന്താ വീട്ടിലേക്ക് വരാത്തെ? ഓ, ഒന്നുമില്ല. ഉണ്ട്. രാജുവിനോട് ഞാനിന്ന് എന്തൊക്കെയോ പറഞ്ഞു. അതിനിപ്പോഴും എന്നോട് വെറുപ്പാണോ? ഇപ്പോഴെന്റെ വെറുപ്പ് സിന്ധുവിന്റെ ഈ വേഷത്തോടാണ്. ഈ വേഷത്തിന് എന്താ കുഴപ്പം? എന്തിനീ ടോംബോയ് ചമഞ്ഞ് നടക്കുന്നു? പാന്റും ജീൻസും ഇട്ട് മുടി ചുരുട്ടിക്കൂട്ടി ഒരു വിഗും വെച്ചാൽ ആണിനേക്കാൾ സുപ്പീരിയോറിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത് വെറും കോംപ്ലക്സ് ആണ്. ഈ അറയ്ക്കുന്ന വേഷത്തിന് പകരം സിന്ധു ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ ഒരു സാരി കൊടുത്ത് നടന്നാൽ എന്ത് റീസെന്റ് ആയിരിക്കും? സിന്ധുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ക്ഷമിക്കണം. വരട്ടെ.
3 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ എന്നെ കാത്തിരുത്തില്ലേ? അതിനുള്ള ശിക്ഷ. എന്റെ എല്ലെല്ലാം മുറിഞ്ഞു വേദനിച്ചോ? ഇല്ല പിന്നെ ഐ ആം സോറി. ഞാൻ ഒഴിഞ്ഞുതരാം. സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് തരാം. വേണ്ട വേണ്ട. ഏതായാലും ഇന്നലത്തെ പോലെ ഇന്ന് ഞാൻ മായെ പെട്ടെന്ന് പോകാൻ വിടത്തില്ല. വാ. എവിടേക്കാ? എവിടേക്കായാലും ഞാൻ വിളിച്ച വരില്ലേ? വരും. പക്ഷേ ബാബു, എന്താ? ഡാഡിയുടെ സ്വഭാവം അറിയാമല്ലോ, വാശിക്കാരനാണ്. അതുകൊണ്ട് എനിക്കെന്താ? എന്റെ കല്യാണം ഉടനെ നടത്തുമെന്നാണ് പറയുന്നത്. പല ആലോചനകളും വരുന്നുണ്ട്. വരട്ടെ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. മായക്കറിയാം, കോളേജിലും പുറത്തും ഞാൻ ഒരു ടെററായി ജീവിച്ചവനാണ്. പല വൃത്തികേടുകളും കാണിച്ചിട്ടുണ്ട്. മായയെ കണ്ടപ്പോഴും ആ നിലയ്ക്കാണ് പരിചയപ്പെട്ടത്, വെറും ഒരു തമാശയ്ക്ക്. പക്ഷെ ഇത്ര ഗൗരവമെന്ന് ഞാൻ കരുതിയില്ല. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ മോഹം. കാണാതാകുമ്പം എന്തോ ഒരു ഇറിറ്റേഷൻ. എനിക്കറിയില്ല, എന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു. എന്റെയും. നീ പേടിക്കണ്ട, ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എന്റേതായിരിക്കും എന്നും. ആഴ്ചയിൽ 5 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. എത്രയാണ് അടയ്ക്കണം സാർ? ചുരുങ്ങിയത് 5 കൊല്ലം. അതിന് പലിശയായി 42 രൂപ കമ്പനി നിങ്ങൾക്ക് തരും. അതായത് 15% പലിശ. തൊഴിലാളികൾക്ക് ഈ ഡെപ്പോസിറ്റിൽ നിന്നും അത്യാവശ്യം കടമെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 10 വർഷത്തേക്കാണെങ്കിൽ പലിശ 17% വെച്ച് കിട്ടും. ഈ പറഞ്ഞതിന്റെ ഇരട്ടി പലിശ കൊടുക്കാമെന്നും പറഞ്ഞ് മായക്കാരിവിടെ പലരും ചേർത്ത് കഴിഞ്ഞു സാർ. ഓഹോ. മായക്കാരുടെ നിരക്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കും. ശരി സാർ. എല്ലാവരും പോയി ജോലി ചെയ്യും. അല്ല, ഈ സ്കീം ഒരു നക്കാപ്പിച്ച ഏർപ്പാടാണെന്നാണല്ലോ മീറ്റിംഗിൽ മിസ്റ്റർ തമ്പി പറഞ്ഞത്. അതാണ് തമ്പിയുടെ സൂത്രം. മീറ്റിംഗിൽ എതിർത്തെങ്കിലും ഈ സ്കീമിന്റെ ഗുണം പണ്ടേ തമ്പി മനസ്സിലാക്കി. ഇത്ര വലിയ നിരക്കിൽ പലിശ കൊടുത്താൽ മുതലേ തിരിച്ചു കൊടുക്കണ്ടെന്ന് വരുമ്പോ പിന്നെ പലിശ. ആര് സിന്ധു? എനിക്കത് ആളെ മനസ്സിലായില്ല. അതെന്താ? ഈ വേഷം. ഇനി ഒരു ടോംബോയായി നടക്കണ്ടെന്ന് വെച്ചു. രാജു പറഞ്ഞ തരത്തിൽ ആണുങ്ങളെക്കാൾ സുപ്പീരിയോറിറ്റി കാട്ടാനുള്ള എന്റെ കോംപ്ലക്സ് ആയിരുന്നില്ല അത്. എന്റെ ചെറുപ്പത്തിൽ അമ്മ വാശി പിടിച്ചാണ് ആൺകുട്ടികളെപ്പോലെ എന്നെ ഉടുപ്പണിച്ച് നടത്തിയിരുന്നത്. മുതിർന്നപ്പോൾ അതൊരു ശീലമായി പോയി. പിന്നെന്താ ശീലം മാറ്റിക്കളഞ്ഞു? ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. ചിലരെന്ന് വെച്ചാൽ? വരൂ. ഇരിക്കാൻ. എന്റെ മമ്മിയാണ്. എന്താ കുഞ്ഞിന്റെ പേര്? മായ. എവിടത്തെയാ? കൃഷ്ണപുരം തമ്പി എന്ന ആളുടെ മകളാ. നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തിനാ കരയുന്നത്? എല്ലാം തുറന്നു പറയാനാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മായയുടെ അച്ഛൻ ഇവളെ മറ്റാർക്കോ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നു. അത് നടക്കില്ല. നടന്നാൽ ഞാൻ ജീവിക്കില്ല. മമ്മി, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ. ബാബു, ഇവിടെ വരൂ. എന്താടാ ഇതിന്റെയൊക്കെ അർത്ഥം? മമ്മി, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. എന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവളും പറയുന്നു. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മോനെ, പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മായ ബുദ്ധിമോശമെല്ലാം കാണിച്ചെന്നിരിക്കും. അത് ഞാൻ സഹിക്കില്ല. പിന്നെ മമ്മിക്ക് ഇങ്ങനെ മകനുണ്ടാവില്ല. ബാബു, ശരി വാ. കുഞ്ഞെ, ഈ വീട്ടിൽ നിന്ന് ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല. പക്ഷെ നിങ്ങൾ മോഹിച്ച കാര്യം നടക്കണമെങ്കിൽ ആദ്യം നിന്റെ അച്ഛന്റെ സമ്മതം വാങ്ങിക്കണം. നമുക്ക് ആലോചിക്കാം. കുഞ്ഞിപ്പോ വീട്ടിലേക്ക് പോവും. ബാബു, മമ്മി ഉറപ്പ് തന്നാലേ ഞാൻ ഇവളെ തിരിച്ചുകൊണ്ടുപോകും. ഈ വക കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. ഇവിടെ ഒരാളുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ. മകന്റെ സാക്ഷ്യത്തിന് വഴങ്ങി നീ എന്നെ നിർബന്ധിക്കരുത്. തമ്പിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഞാൻ അയാളെ കാണാൻ പോവില്ല. അയാളുമായി യാതൊരു ബന്ധവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാബു ഇഷ്ടപ്പെടുന്നത് അവളെയാണ്. അവരുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടും. അപ്പോ എന്റെ നില മറന്ന് നിന്റെ മകനെ മാത്രമേ നീ കാണുന്നുള്ളല്ലേ? ബാബുവിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്.
ആ നിലയ്ക്ക് അവൻ എന്റെ മകൻ മാത്രമല്ല, നിങ്ങളുടെ മകനാണ്. അവന്റെ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാനാവില്ല. സുമതി, കരയരുത്, ഞാൻ പോകാം. വരണം വരണം. എടാ ഗോപാല, ആരാ വന്നിരിക്കുന്നത് നോക്കി. കള്ള കഴിവേറി. നാട്ടിലെ പ്രമാണി വീട്ടിൽ കയറി വന്നാൽ ആദരിച്ച് സ്വീകരിക്കണമെടാ. പക്ഷെ തമ്പി, ആ പാവത്തിന് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. വലിയ സ്വീകരണമൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ വന്നത്. എന്നാലും ഞാൻ എന്റെ മര്യാദ കാണിക്കണമല്ലോ. വരണം, ഇരിക്കണം. ചില കാര്യങ്ങളിൽ നാം തമ്മിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എനിക്ക് അല്പം സംസാരിക്കേണ്ടിയിരിക്കും. ബാബുവിന് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. വളരെ നല്ലത്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാവുമ്പോ ഏത് ചെറുപ്പക്കാരനും പെട്ടെന്ന് ഇഷ്ടം തോന്നും. ആ പയ്യനെ കുറ്റം പറയാൻ ഒക്കുകയില്ല. കാണാൻ കൊള്ളാമെന്നുള്ള ചെറുപ്പക്കാരനായതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മകൾക്കും അവനെ ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓ, ആ നിലയ്ക്ക് പറയണം. നമ്മുടെ പിണക്കം നമ്മുടെ കുട്ടികളെ ബാധിക്കരുത്. തെറ്റും കുറ്റവും രണ്ടു ഭാഗത്തും ഉണ്ടായിരിക്കാം. ഈ ബന്ധം കൊണ്ട് നമുക്ക് തിരുത്താം. ഏത് ബന്ധം? ബാബുവിന് വേണ്ടി നിങ്ങളുടെ മകളെ വിവാഹം ആലോചിക്കാനാണ് ഞാൻ വന്നത്. പറഞ്ഞു വന്നപ്പോൾ അത് മനസ്സിലായി. പക്ഷെ ഒരു സംശയം. ആ ചെറുക്കൻ നിങ്ങളുടെ ആരാ? അവൻ എന്റെ ഭാര്യയുടെ മകൻ അല്ലേ? അതോ വെപ്പാട്ടിയുടെ മകനും? തമ്പി, ക്ഷോഭിക്കണ്ട. നാട്ടാചാരപ്രകാരം വിവാഹം കഴിച്ചവരല്ലല്ലോ നിങ്ങൾ, ആണോ? അവളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന പദവി അല്ലാതെ അന്തസ്സുള്ള ഈ തറവാട്ടിൽ വന്ന് പെണ്ണന്വേഷിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ? എന്റെ യോഗ്യത മറന്ന് ഞാൻ വന്നത് ബാബുവിനെ ഓർത്ത് മാത്രമല്ല. അവനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞ് തന്റെ മകളെ കൂടി ഓർത്താണ്. അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാനുണ്ട്. എന്റെ മകൾ അങ്ങനെ ആരും പുതിക്കണ്ട. വേണ്ട. നേരും നെറിയുമില്ലാത്ത തന്നെക്കാൾ മാനവും കഴിവുമുള്ളവരുടെ വീട്ടിൽ നിന്ന് അവനൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. പോയി അന്വേഷിക്കേ. എല്ലാം കേട്ടല്ലോ. ഇനിയെങ്കിലും ഓർത്തോ, നീ ആഗ്രഹിച്ചു ഒന്നും നടക്കില്ല. എന്തായി? അത് നടപ്പില്ല. നിന്റെ മകനോട് ആ മോഹം ഉപേക്ഷിച്ചേക്കാൻ പറയും. എന്തു പറഞ്ഞു? ഞാനത് ആവർത്തിക്കണം. ബാബു അതറിയാനാണ് കാത്തിരിക്കുന്നത്. ഇവൻ കൂടി കേൾക്കട്ടെ. നീ എന്റെ വെപ്പാട്ടിയാണെന്ന് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അന്യന്റെ മകന് വിവാഹം ആലോചിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. എന്താ പോരെ? ഇവൻ കാരണമാണ് ഞാനിത് കേട്ടത്. എനിക്കിഷ്ടമില്ലാത്ത ഈ ബന്ധം ഉറപ്പിക്കാനുള്ള നിന്റെ നിർബന്ധവും രണ്ടുപേരും കൂടി എന്റെ നാണം കെടുത്തി. തമ്പിയുടെ മകളെ അല്ലാതെ നിനക്ക് കണ്ടു മോഹിക്കാൻ വേറെ ഒരു പെണ്ണിനെയും കണ്ടില്ലേടാ. ഞാൻ അന്വേഷിച്ചിട്ടില്ല. വേണ്ട, നീ അന്വേഷിക്കണ്ട. ഞാൻ അന്വേഷിക്കാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തമ്പിയുടെ മകളെക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കും. ഞാൻ കഴിക്കില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മകനുണ്ടല്ലോ രാജു, അവനെ കഴിപ്പിച്ചു കൊടുത്തേക്ക്. ബാബു, നീ എന്താടാ പറഞ്ഞത്? കേട്ടില്ലേ? ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത ഒരാളെ മമ്മി എന്തിനാ നിർബന്ധിച്ച് പറഞ്ഞേച്ചത്? ഈ ചുണ്ടിൻ ദേഷ്യം അവിടെ കാണിക്കാനോ? അതുകൊണ്ട് അയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, എനിക്കല്ലേ ഉള്ളൂ. ബാബു ഇപ്പോ ഒരു ഭ്രാന്തനെ പോലെയാണ്. ഇന്നലെ രാത്രി പലതവണ ഫോണിൽ വിളിച്ചു. കുടിച്ച് ബോധമില്ലാതെയാണ് സംസാരിച്ചത്. ഓഹോ, ഈയിടെ എങ്ങാനും അവൻ ദേവദാസ് സിനിമ കണ്ടു കാണും. നീ ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഫീലിങ്സ് പോടി അവിടുന്ന്. മറ്റാർക്കും സ്നേഹവും പ്രേമവും ഇല്ലെന്ന് നീ കരുതണ്ട. ഞാൻ കാരണമാണ് ബാബു കുടിക്കുന്നത്. നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അരുതെന്ന് പറയാമായിരുന്നു. പക്ഷേ ഈ നിലയിൽ അല്പധൈര്യം കാണിക്കൂ. വീട്ടുകാരെതിർത്താലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചൂടെ?
നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതേ ചെയ്യൂ. വീട്ടുജോലിക്കെന്നും പറഞ്ഞ പണ്ടത്തെ പോലെ പെൺകുട്ടികളെ ഒന്നും വിളിച്ച വരത്തില്ല സാർ. എല്ലാത്തിനും ഫാക്ടറിയിലാ നോട്ടം. ഉടുത്തൊരുങ്ങി നടക്കല്ലോ. തീപ്പെട്ടി കമ്പനി, ചൂടി കമ്പനി, ബീഡി കമ്പനി, അണ്ടി കമ്പനി. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഓ, കഴിഞ്ഞയാഴ്ച ആളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ താൻ സാറിനോട് കാശ് മേടിച്ചത്? അതെ. യാത്ര ചെലവോ? ഇത് ടൗണിൽ അന്വേഷിച്ച് വാങ്ങാവുന്ന ഉരുപ്പടിയാണോ? പെൺകുട്ടികളെ ഉള്ളിലോട്ട് ഗ്രാമപ്രദേശത്ത് പോയി തിരക്കണം. എവിടെ തിരക്കിയാലും ഇനി ആള് വന്നേ ഞാൻ കാശ് തരൂ. ഈ പ്രാവശ്യം കത്തായ ഞാൻ കൊണ്ടുവരും. ഒന്നിനെയും കിട്ടിയില്ലെങ്കിൽ അറ്റ കൈക്ക് എന്റെ മകളെ തന്നെ കൊണ്ടുവരും. മകളെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മകളെ. അവളിപ്പോ വിശ്വനാഥ് സാറിന്റെ വീട്ടിൽ നിൽക്കുക. ഏത് വിശ്വനാഥൻ? നാണയം. എങ്കിൽ അവള് തന്നെ വരട്ടെ. വാസുവേ, അത് നമുക്കൊരു ക്രെഡിറ്റ് അല്ലയോ? ക്രെഡിറ്റ് വിശ്വനാഥ് സാറിന്റെ വീട്ടുവേലക്കാരിയെ നമ്മൾ തട്ടിയെടുക്കുന്നു. ചിലപ്പോ അവര് വിടത്തില്ല. അതെന്താ? ഞാൻ അവൻ തരുന്നതിന് ഇരട്ടി ശമ്പളം തരാമടോ. എന്നാ ചെല്ലേ. എന്നാൽ ഞാനിങ്ങ മോളെ, നിന്റെ ഒരു കൂട്ടുകാരി ഫോണിൽ വിളിച്ചിരുന്നു. ഈ കുഞ്ഞിനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് സാർ. ഉം. എന്റെ ഒരു അഭിപ്രായം ആ കല്യാണം അങ്ങ് നടത്തി കൊടുത്തേക്കണം. ആ ചെറുക്കനെ നമ്മളുടെ കയ്യിലെടുത്താൽ സാർ ആശിച്ച കാര്യം നടക്കില്ലേ? നാണയത്തിന്റെ പൂവും തലയും നമുക്ക് വേർപെടുത്താം. മുള്ളുകൊണ്ട് എടുക്കണം സാർ. ഛീ, കള്ള കഴിവേറി. ആ വിശ്വനാഥൻ ഇവിടെ വരുന്നതിന് മുമ്പ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. സാർ ഇപ്പോഴും തോറ്റിട്ടില്ല. ഹൂ, എല്ലാത്തിനും ഒരു വഴിയുണ്ട്. തമ്പി അദ്ദേഹത്തിന് വിശ്വനാഥൻ മുതലാളിയുടെ എതിർപ്പുള്ളൂ. അതും ബിസിനസ്സിൽ. നിങ്ങളോടും അവരോടുമില്ല. ആ നിലയ്ക്ക് നിങ്ങൾ ചെന്ന് നേരിട്ട് ചോദിച്ചാൽ കാര്യം നടക്കും. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണില്ല. രണ്ട് കൂട്ടർക്കും അത് നല്ലതാ. നിങ്ങളുടെ മകന് ഒരു ബന്ധുബലവുമായി. ഞാനിന്ന് മായ എന്റർപ്രൈസസിലാണെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ജീവിച്ചവനാണ്. ആ നന്ദി ഞാൻ മറക്കില്ല. ഈ കാര്യം അറിയിക്കാൻ മിസ്റ്റർ തമ്പി നിങ്ങളെ പറഞ്ഞയച്ചതായിരിക്കും. അയ്യോ, അദ്ദേഹം അറിഞ്ഞാൽ എന്റെ ഉദ്യോഗം പോവും. അവിടുത്തെ പെങ്കൊച്ചിന്റെ നില കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ അന്വേഷണം അലസിപ്പിരിഞ്ഞ നിമിഷം മുതൽ ആ കൊച്ച് ജലപാനം ചെയ്തിട്ടില്ല. അതോർത്തെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടം. തമ്പിയാണോ രാജുവിന്റെ അച്ഛനാണോ നിങ്ങളുടെ സ്നേഹബന്ധത്തെ കൂടുതൽ എതിർക്കുന്നത്? ആ കാര്യം ഇനി പറയണ്ട. രണ്ടുപേരും ചേർന്ന് വെച്ചോ, തീർന്നില്ലേ? ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ രാജു എന്ത് പറഞ്ഞു? ഓ, അവൻ ഇതിലൊക്കെ ഇടപെടാൻ എവിടെയാ സമയം? പുള്ളിക്കാരൻ ഇപ്പം വലിയ ഓഫീസറല്ലേ? അവിടെ എനിക്കൊരു സംശയം. നാണയത്തിൽ രാജുവിന് മാത്രം പദവിയും അധികാരവും കൊടുത്തപ്പോ ഇവന്റെ കാര്യം മാത്രം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എന്നെ ആരും ശ്രദ്ധിക്കണ്ട. എന്റെ ആരും നോക്കാനേ. ബാബു, അപ്പോ വേണ്ട, അവൻ ഈ നിലയിലെത്തിയത് നീ കാരണമാണ്. രാജു വയ്ക്കോ. ഞാൻ ബാബുവിനെ കൊണ്ടുപോകാനാ വന്നത്. ഞങ്ങൾ സമ്മതിക്കില്ല. സാമ്പോ ബാബു, നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്?
നിനക്ക് എന്ത് പറ്റി? ആ പെണ്ണിനെ ഓർത്തിട്ടാണോ നീ ഇങ്ങനെ പിടിക്കുന്നത്? നിന്റെ അച്ഛനാണ് ഇതിനെ കാരണം. എന്നെ സ്നേഹിച്ചവരെല്ലാം അകറ്റി. ആദ്യം എന്റെ അമ്മേ, ഇപ്പൊ മായെ. നീ എന്താണ് ഈ പറയുന്നത്? ആ തമ്പിയുടെ വിരോധം കൂട്ടാനല്ലേ അയാളോടെ പോയത്? നിന്റെ തലയ്ക്ക് ഇതുവരെ വെളി വന്നിട്ടില്ല. ഇപ്പൊ വെളിവായി. എല്ലാവരും എനിക്കെതിരാണ്. നീ ബാബു, വേണ്ട, എനിക്കാരുടെ സഹായം വേണ്ട. മോനെ, നീ ഇങ്ങനെ തുടങ്ങിയാൽ മമ്മി വേദനിക്കൊന്നും അറിയില്ല. എന്റെ വേദന ആരും അറിയുന്നില്ലല്ലോ. എത്ര നാളായി മമ്മി എന്റെ അടുത്ത് ഇതുപോലെ വന്നിരുന്നിട്ട്? എന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ഓഫീസും ഭർത്താവല്ലേ മമ്മിക്ക് വലുത്. മോനെ, അതുകൊണ്ടാണ് നീ കുടിച്ചത്? കൂട്ടുകാർ പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ വയ്യാതെ ഞാൻ കുടിച്ചു. എന്താ അവര് പറഞ്ഞത്? മമ്മിയെ തോൽപ്പിച്ചാണ് രാജുവിന്റെ അച്ഛനെല്ലാം കൈയടക്കി തന്നു. ബാബു, അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയരുത്. രാജുവിന്റെ കാര്യത്തിൽ മാത്രമേ അയക്ക് ശ്രദ്ധയുള്ളൂ. രാജു അമ്മയില്ലാതെ വളർന്നതല്ലേ? അച്ഛനില്ലാതെ വളർന്ന് എന്നെ ആർക്കും വേണ്ടല്ലോ. മമ്മി വരൂ. ഡാഡി, ഇത് സുമതിയെ നീ എനിക്ക് പരിചയപ്പെടുത്തുക. വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വലുതിരിക്കും. മോളെ, നീ അപ്പുറത്തോട്ട് പോ. ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. സുമതിയമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല. മകന്റെ കാര്യത്തിനാണെങ്കിൽ ബാബുവിന്റെ അമ്മ എന്ന നിലയിൽ ഉം, എനിക്കൊരു അപേക്ഷയുണ്ട്. മനസ്സുകൊണ്ട് അടുത്ത് നമ്മുടെ മക്കളെ പിരിക്കരുത്. നിങ്ങളുടെ മകൾക്കും അതിൽ ദുഃഖം ഉണ്ടാവില്ലേ? അവൾ കൂടുതൽ ദുഃഖിക്കാൻ ഇടയാവരുതെന്ന് കരുതിയാണ് ഞാൻ ഈ ബന്ധത്തെ എതിർക്കുന്നത്. എന്റെ മകളെ ഞാൻ വളർത്തിരിക്കുന്ന അങ്ങനെയാണ്. അവൾക്ക് വരുന്ന ഭർത്താവിനും ആ കഴിവുണ്ടായിരിക്കണം. മായയ്ക്ക് അവിടെ ഒരു കുറവും വരില്ല. എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ വരുമാനവും ഇന്നുള്ള പദവിയും ആ സ്ഥാപനമല്ലേ നിലനിർത്തുന്നത്. അതിന്റെ നിയന്ത്രണം വിശ്വനാഥനാണ്. ഭരണം നടത്തുന്നത് അവന്റെ മകനും. ബാബുവിന് അവിടെ എന്താ സ്ഥാനം? നാളെ അച്ഛനും മകനും ചേർന്ന് അവനെ അടിച്ചിറക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പറഞ്ഞാ പോരാ, എന്നെ ബോധ്യപ്പെടുത്തണം. കൃഷ്ണപുരം തമ്പിയുടെ സണ്ണിലോ നാണയത്തിലെ ഓഫീസ് പ്യൂണായിട്ടല്ല, അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായിട്ട് എനിക്ക് കാണും. അന്നേ ഈ ബന്ധം നടക്കും. ഒന്ന് നിങ്ങൾ ഈ വീടിനകത്തും കയറിയോ? നിന്നെ തിരക്കാ മോളെ. നീ എന്റെ മുതലാളിയമ്മ ഒന്ന് വിളിക്കേ. എന്തിനാ? അവരിവിടില്ല. ഇല്ലേ, ഇല്ലെങ്കിൽ വേണ്ട. നീ പുറപ്പെട്ടോ. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞാൻ വരില്ല. ഭാർഗവൻ ഇതുവരെ നിന്നോട് സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വരില്ലെന്ന് പറഞ്ഞത്. ഓടി വിട്. നിന്നെ അങ്ങനെ വിടാൻ പോകില്ല. എന്നെ വിടൂ. വിടാനാ പറഞ്ഞത്. ഓടി ആരേ? ഏ? ആരാ മോളിൽ? വലിയ മലയാളിയാണോ? ആ, അപ്പൊ പച്ചമയില്ലാത്ത സമയം നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടി നീ മിടിക്കാടി. നല്ലവണ്ണം നിന്ന നിനക്കാകും. നിന്നെ പോലെ കൊഴുപ്പും മെഴുപ്പുള്ള പെൺകുട്ടികൾ ഈ പ്രായത്തിൽ സമ്പാദിക്കണവടി. ചെല്ലേ, എനിക്ക് കുറച്ച് രൂപ മേടിച്ച തൽക്കാലം ഒരു 200 രൂപ മതി. എന്റെ പേര് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാശും കിട്ടില്ല. അല്ലേ വേണ്ട, ഞാൻ ചോദിക്കാം. വാ, നീ വാ. സാറേ, എന്ത് ദൈവം. സാർ, ഇറങ്ങി വരണം. നീ പോയിട്ട് പല പ്രശ്നങ്ങളാണ്. സാറേ, ആരാണ് ഇവിടെ വെള്ളം വയ്ക്കുന്നത്? ആ ഭാർഗവനാണോ? ഇന്നവൻ കുടിച്ചാണോ വന്നിരിക്കുന്നത്?
എങ്കിൽ ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം മതിയാക്കണം. അവൻ ഇനി ഇവിടെ വരരുത്. നീ അവനോട് പൊയ്ക്കോ. പൊന്നു മുതലാളി, എന്നെ രക്ഷിക്കണം. അങ്ങേരുടെ എന്നെ അയക്കരുത്. പിന്നെ അവനല്ലേ നിന്റെ രക്ഷകർത്താവ്? അയാൾ എന്നെ നശിപ്പിക്കും. ആയിരുന്നെങ്കിൽ വരട്ടെ. കുടിച്ചു ബോധമില്ലാതാണ് അയാൾ എന്നും വീട്ടിലേക്ക് വരുന്നത്. ഒരിക്കൽ എന്റെ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ഇനി ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നാൽ അയാൾ എന്നെ വീട്ടിലേക്ക് അയക്കരുതേ മുതലാളി. താനിവിടെ? ശാരദയെ ഒന്ന് കാണാൻ. അവൾ മുതലാളിയുമായി സംസാരിക്കാൻ മുകളിലോട്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. കൊച്ചമ്മ അങ്ങോട്ട് പോണ്ട. അവരെന്തെങ്കിലും ചില്ലറ തമാശ. ഇതാ തന്റെ 200 രൂപ. മേലാൽ ഈ പടി കയറരുത്. വരരുതെന്ന് പറഞ്ഞാൽ എന്റെ മോളെ കാണാൻ പറഞ്ഞു വല്ല. നമസ്കാരം. എന്തിനാ നിങ്ങൾ അവന് കാശ് കൊടുത്തത്? അവൻ ശാരദയെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ കൊണ്ടുപോട്ടെ. ശാരദയെ ഞാനാ എവിടെ നിർത്തിയത്. അവളുടെ ബന്ധുക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്കറിയാം. ആ വൃത്തിയിട്ട മനുഷ്യൻ എവിടെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യമുണ്ടായിരുന്നു? അതിനിവിടെ ആരെ ഇരുത്തി? എന്നു മുതലാണ് നിങ്ങൾ ഈ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്? അതിന് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഉള്ളപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാലോ? മോദി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓഫീസും കമ്പനിയും തനിച്ച് ഭരിക്കുന്നുണ്ടല്ലോ. ഇനി വീട്ടുകാര്യം കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ ഞാൻ എന്തിനും ഇവിടെ ഇരിക്കണം? നീ എന്തിനിങ്ങനെ ശോഭിക്കുന്നു? അതിലൂടെ എന്തുണ്ടായി? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എടി, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്റെ അമ്മയ്ക്ക് എഴുതിക്കോ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. കൊച്ചമ്മേ, അല്ലെങ്കിൽ എങ്ങനെ അയക്കണമെന്ന് എനിക്കറിയാം. അങ്ങേര് വന്ന് ബഹളം വെച്ചതിന് ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി. അച്ഛൻ ഇപ്പൊ വരും. ഓഫീസിൽ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. സുമതി ഇപ്പോ കമ്പനി പോവാറില്ല അല്ലേ? ഇല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ രാജുവാൻ നോക്കുന്നെന്ന് കേട്ടു. രാജു കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. രാജുവിനെ കുറിച്ച് ഇവിടുത്തെ വക്കീലിന് വലിയ മതിപ്പാ. അവന്റെ മിടുക്കും കാര്യപ്രാപ്തിയും സ്വഭാവ ഗുണവും എപ്പോഴും പറയാറുണ്ട്. നമ്മളുടെ മോൻ വല്ലാതെ കുടിക്കേണ്ടി. ഓരോരുത്തരും പറഞ്ഞു കേൾക്കും. അമ്മയോടാരാ ഇതൊക്കെ പറയുന്നത്? അല്ല, കുടിക്കുന്നത് അത്ര വലിയ മോശമൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇവിടുത്തെ വക്കീല് കുടിക്കുന്നതാ എനിക്കിഷ്ടം. ആ സമയത്ത് പുള്ളിക്കാരന്റെ ഒരു സ്നേഹവും കളിതമാശയും ഉശരും അതൊന്നും വേറെ തന്നെ കേട്ടോ. ആന്റിക്ക് കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. സുമതി ഫോൺ ചെയ്തപ്പോൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ വിശേഷിച്ച്? ഞാൻ ബാബുവിന്റെ കാര്യം പറയാനായിരുന്നു. ആ കുട്ടിയുടെ കുസൃതികളെ പറ്റി കുറച്ചൊക്കെ ഞാനും കേട്ടു. അതല്ല, അവന് നമ്മുടെ കമ്പനിയിൽ ഒരു സ്ഥാനം കൊടുക്കണം. ബാബു ഇപ്പൊ തന്നെ കമ്പനി ഡയറക്ടറാണല്ലോ. ഒരു ഡയറക്ടർ ചുമ്മാ ബോർഡ് മീറ്റിംഗ് ഇരിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? രാജുവിനെ പോലെ ബാബുവിനും അവിടെ വല്ല അധികാരം കൊടുക്കാനൊക്കെ നോക്കണം. അല്ലേ സുമതി? അമ്മ ഇടക്കാർ പറയണ്ട, അവർ സംസാരിക്കട്ടെ. ബാബുവിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചാൽ അവന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സുമതി വിശ്വനാഥനോട് ആലോചിച്ചില്ലേ? ഇല്ല. കണ്ടറിഞ്ഞ് ചെയ്യാത്തവരോട് ആലോചിച്ചിട്ട് എന്താ കാര്യം? ബാബുവിനെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ആക്കണം. അയ്യോ, അതോടൊപ്പമല്ല. ഇക്കാര്യത്തിൽ ഭാസ്കരൻ ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പനിയുടെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. സുമതിയുടെ വരവ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഇടയ്ക്ക് കയറി നീ പറഞ്ഞ ചില കാര്യങ്ങൾ. ഞാൻ എന്ത് പറഞ്ഞു? രാജുവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ അമ്മ സംസാരിച്ചത്? അച്ഛനും മോളും കൂടെ എന്നെ ക്രോസ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഇല്ല, മരണം വരെ നിന്റെ ഈ സ്വഭാവം മാറിയില്ല. അന്യയുടെ തെറ്റും കുറ്റവും കണ്ടുപിടിക്കാനുള്ള നിന്റെ വാസന ഒന്നും പറയുന്നില്ല. നീ ഏതാ പിന്നെ? ഇവിടെ ജോലിക്ക് നിൽക്കുന്നതാ. കൊള്ളാം. ഇവിടെ വേറെ ഒരുത്തിയുണ്ടല്ലോ, ശാരദ. നീ അവളെ ഒന്ന് വിളിക്കാം. അവള് വീട്ടിൽ പോയി. എപ്പോ? ഒത്തിരി ദിവസമായി. എന്താ? പിന്നെ എന്റെ സമ്മതം കൂടാതെ ശാരദയെ നിങ്ങൾ ഏത് വീട്ടിലേക്ക് അയച്ചത്? അവളുടെ വീട്ടിലേക്ക്. അതിന് തന്റെ സമ്മതം എന്തിന്? പിന്നെ എന്നെ നിങ്ങൾ ഒരു മണ്ടനാക്കരുത്. ഞാൻ ശാരദയുടെ വീട്ടിൽ നിന്ന് വരുന്നത്. അവളവിടെ ഇല്ല. എനിക്ക് അവളെ കാണണം. എടോ, താൻ ഇവിടെ ഒച്ച വെക്കണ്ട. ശാരദയുടെ അമ്മ പറഞ്ഞു വിട്ട ആളിന്റെ കൂടെ അവളെ അയച്ചത്. അപ്പൊ എന്റെ വീട്ടുകാര് തന്നെ എനിക്കിട്ട് വെച്ചെന്നു.
ആ ശരി നോക്കാം. എക്സ്ക്യൂസ് മീ, സാറ് ഞങ്ങൾക്കറിയാം. കണ്ടവന്മാരെയൊക്കെ സൽക്കരിച്ച് ബില്ലിൽ ഒപ്പിട്ട് സാറ് ഇവിടെ നിന്ന് പോകും. ഞങ്ങൾക്ക് കാശ് വേണം. അല്ല ബില്ല് കമ്പനിയിലേക്ക് അയച്ചോളാം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓ കമ്പനി 2 തവണ അവിടെ പോയി ആള് മടങ്ങി. അവര് തന്നില്ല. ഇനി കഴിക്കുന്നത് കയ്യിൽ കാശുണ്ടെങ്കിൽ മതി. ഹോട്ടലിൽ ഞാൻ ഒപ്പിട്ട ബില്ലിൽ ഇവിടെ വന്നോ? താൻ പണം കൊടുത്തില്ലേ? രാജു സാർ ഇന്നലെ ടൂറിലായതുകൊണ്ട് അതുകൊണ്ട് സാറിനോട് ചോദിക്കാതെ പണം കൊടുത്തേ സാറാടാ ബാബു അയാളെ വിട്ടേക്കൂ. നിന്റെ ഹോട്ടൽ ബില്ലുകൾ എന്നെ കാണിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. എന്തിന്? അത് നമുക്ക് ഇവിടെ വെച്ച് പറയണ്ട. എനിക്കറിയണം. ഞാൻ ഒപ്പിട്ട ബില്ലുകൾ പേ ചെയ്തെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? അധികാരമല്ല, നീ കുടിക്കുന്നത് തടയാൻ. മറ്റെന്ത് ആവശ്യങ്ങൾക്കും നിനക്ക് ഇവിടുന്ന് പണം വാങ്ങാം. ഞാൻ കുടിക്കും കുടിപ്പിക്കും, അതെന്റെ ഇഷ്ടമാണ്. അതിനെനിക്ക് നിന്റെ സമ്മതം വേണ്ട. ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങാൻ ഇപ്പൊ എന്റെ സമ്മതം വേണം, അല്ലാതെ കിട്ടില്ല. എന്നാ കിട്ടുമോ ഞാനും നോക്കട്ടെ. നിന്നെ കസേലിരിച്ചിട്ടുണ്ടല്ലോ വീട്ടില്. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ചാ അതെന്നെ അവമാനിച്ചത്. എന്റെ ചെലവ് എന്തെങ്കിലും രാജു ആരാ? അവൻ ആരധികാരം കൊടുത്തു? കയ്യിൽ കാശ് കിട്ടിയാൽ നീ ചീത്തയാവുന്ന കരുതിയാവും രാജു അങ്ങനെ ചെയ്തത്. ഓ അപ്പൊ മമ്മി അവന്റെ ഭാഗത്താ? ഓ നിങ്ങക്ക് സ്വന്തം മാനക അവന് രാജുവല്ലേ, അല്ല അവന്റെ അച്ഛൻ. എടാ ഒന്നും പതുക്കെ. നാട്ടുകാരെ കൊണ്ട് പറയിക്കാനാണോ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നാട്ടുകാർ പറയുന്നത് നിങ്ങളെ കുറിച്ചാ. ഭർത്താവ് മരിച്ചപ്പോ ശമ്പളക്കാരനോട് ജീവിക്കുന്ന എന്റെ മമ്മിയെ പറ്റി. ബാബു ഇത്ര കാലം അതിനായിട്ട് സഹിച്ചോണ്ടാ ഞാൻ. പിന്നെന്തിനാ നിങ്ങളെ വെറുതെ ദ്രോഹിക്കുന്നത്? നിന്നെ ആരും ദ്രോഹിച്ചില്ലടാ. ലാളിച്ച് വളർത്തിയതിന്റെ ദോഷമാണ് നീ കാണിക്കുന്നത്. കുടിച്ച് ലെവലില്ലാതെ വീട്ടിൽ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? നിങ്ങൾക്കത് അറിയണോ? ബാബു നീ ഇനി സംസാരിക്കരുത്. അല്ലെ അവൻ പറയട്ടെ. ഞാൻ പറയും. അന്ന് മായയുടെ അച്ഛൻ അവമാനിച്ചതിനെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഞാനല്ല, നന്ദിയില്ലാതെ നിങ്ങളാണ് എന്റെ കാരണക്കാരൻ. ബാബു നിങ്ങൾ എന്റെ മുന്നേ വെപ്പാറ്റിയായിട്ടാണ്. ബാബു ഇതുവരെ വന്നില്ലേ? ഇല്ല. ഉം.